നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മനസ്സെന്താ ഇങ്ങനെ? ഒന്നുകൂടി ഇന്ന് കാണണമെന്ന് മനസ്സ് പറയും പോലെ. ആ, ഇപ്പോഴും വന്ദനയുടെ മനസ്സിൽ എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണകളേ ഉള്ളൂ. എന്നോട് വെറുപ്പ് കാട്ടാത്ത ആ മുഖം ഒന്ന് കാണണം എനിക്ക്. രാത്രിയിലുള്ള ഒളിഞ്ഞുനോട്ടം എന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല. എന്നാലും എന്റെ സ്നേഹമല്ലേ, ദൈവം പൊറുക്കും. ആ ദേവി, ഭഗവതി, എന്റെ ഭാഗത്ത് തെറ്റു വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണേ. ആ 3 നന്ദിയെങ്കിലും കിട്ടിയല്ലോ. എന്തു ചെയ്യാം, നന്ദി പറയേണ്ട ആള് ഊമയായിപ്പോയി. അല്ല മോളെ, ഇങ്ങനെ പിടിവാശി പാടില്ല. നീ അവന്റെ ബൈക്കിന് പിറകെ കയറിയിരുന്നെങ്കിൽ എപ്പോഴേ ഇവിടെ എത്തായിരുന്നു. ജഗനിപ്പ അന്യനല്ല, നിന്റെ നാത്തൂന്റെ ആങ്ങളയല്ലേ? അത് തന്നെ. അത് സാരമില്ലമ്മേ. രാത്രി ഒരു ആണിന്റെ ബൈക്കിൽ കയറി വരാതിരുന്നത് വന്ദനയുടെ സ്വഭാവ ഗുണമല്ലേ. അങ്ങനെയുള്ള പെൺകുട്ടികളെയാ എനിക്കിഷ്ടം. ഏതായാലും അമ്മയുടെ മോൾക്ക് ബോഡി ഗാർഡായിട്ട് നിന്ന് ഇവിടം വരെ സുരക്ഷിതമായിട്ട് കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഇനി രാത്രി യാത്രയില്ല. മോനെ, ചോറ് കഴിച്ചിട്ട് പോവാ. ചോറ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വീട്ടില് സുമതലാമ്മ അത്താഴവും വിളമ്പി വെച്ച് കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ചോറൊക്കെ പിന്നീട് ഒരിക്കലാവാം. അന്ന് ചോറാക്കണ്ട, വിരുന്ന് തന്നെ ഒരുക്കിക്കോ. കറണ്ട് വന്നല്ലോ. എന്നാ രാത്രി യാത്രയില്ല. ഗുഡ് നൈറ്റ് അങ്കിൾ. ഗുഡ് നൈറ്റ്. ചന്ദ്രിക, ഈ ജഗനുണ്ടല്ലോ നല്ലൊരു പയ്യനാ. അതെ, എന്ത് നല്ല സ്വഭാവ അല്ലേ? ഒരു ജഗൻ. ഇവക്കിതെന്തു പറ്റി? എന്താ? വാ മോളെ. മനസ്സെന്താ ഇങ്ങനെ? ഒന്നുകൂടി ഇന്ന് കാണണമെന്ന് മനസ്സ് പറയും പോലെ. ഇപ്പോഴും വന്ദനയുടെ മനസ്സിൽ എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണകളേ ഉള്ളൂ. എന്നോട് വെറുപ്പ് കാട്ടാത്ത ആ മുഖം ഒന്ന് കാണണം എനിക്ക്. രാത്രിയിലുള്ള ഒളിഞ്ഞുനോട്ടം എന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല. എന്നാലും എന്റെ സ്നേഹമല്ലേ, ദൈവം പൊറുക്കും. ദേവി, ഭഗവതി, എന്റെ ഭാഗത്ത് തെറ്റു വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണേ. എന്നാലേ മോൾ ഉറങ്ങിക്കോ. വന്ദനമ്മ ഉറങ്ങുന്നില്ലേ? എനിക്ക് കുറച്ച് പണിയുണ്ട്.
മോള് കിടന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല വന്ദനമ്മേ. ഉറങ്ങണമെങ്കിൽ വന്ദനമ്മ ഒരു കഥ പറയണം. അയ്യോ മോളെ, കഥകളുടെ അശത്തി അച്ഛമ്മ. ഒരു തെറ്റും കുറ്റമില്ലാതെ അച്ഛമ്മ പുരാണ കഥ നന്നായിട്ട് പറയും. അത് അച്ഛമ്മയിൽ നിന്ന് പലപ്പോഴായിട്ട് കേട്ട അറിവേ എനിക്കുള്ളൂ. അതുകൊണ്ട് എന്റെ കഥയില് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. അത് സാരമില്ല, വന്ദനമ്മ പറയുന്ന കഥ കേട്ടാ മതി. ഹം. എന്നാ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയ കഥ പറയാം. ആ അത് മതി, കട്ടോണ്ടുപോയ കഥ. കഥ പറ വന്ദനമ്മേ. കാട്ടിൽ ഒറ്റയ്ക്കിരുന്ന സീതയുടെ സമീപത്തേക്ക് രാവണന്റെ ദൂതനായ മാരീചൻ എന്ന രാക്ഷസൻ പാതും പതുങ്ങിയും വന്നു. അങ്ങനെ വന്ന മാരീചൻ ഒരു മാനിന്റെ രൂപം ധരിക്കുന്നു. മാരീചൻ മാനായി. മാനായ മാരീചൻ സീതയ്ക്ക് ചുറ്റും ഓടിച്ചാടി കളിക്കാൻ തുടങ്ങി. അങ്ങനെ സകലതും മറന്ന് നമ്മുടെ സീത മാനിന്റെ പിറകെ വളരെ ദൂരെ പോയി. അപ്പോഴാ രാവണൻ പുഷ്പക വിമാനത്തിൽ വന്ന് സീതയെ തട്ടിക്കൊണ്ടുപോയത്. ശ്രീരാമദേവനും ലക്ഷ്മണനും വന്നപ്പോ സീതയെ കാണാനില്ല. രാമനും ലക്ഷ്മണനും ടെൻഷനോട് ടെൻഷൻ. സീത എവിടെ പോയി? രാവണൻ കട്ടോണ്ടുപോയി. ആ, രാമനും ലക്ഷ്മണനും സീതയെ തേടി നടക്കുക. വഴിയിൽ കണ്ടവരോടൊക്കെ അവര് സീതയെ കണ്ടോ എന്ന് അന്വേഷിച്ചു. പക്ഷിമൃഗാദികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. പക്ഷികളോടും മൃഗാദികളോടും ഒക്കെ സീതയെക്കുറിച്ച് അന്വേഷിക്കുന്ന ശ്രീരാമനും ലക്ഷ്മണനും. അങ്ങനെ നിരാശനായി സീതയെ തേടി നടക്കുമ്പോഴാണ് ശ്രീരാമൻ ഹനുമാനെ കാണുന്നത്. ഹനുമാൻ വായുദേവന്റെ പുത്രൻ. വായുപുത്രോ മഹാബല എന്നാണ്. മഹാബലശാലിയാണ് ഹനുമാൻ. ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന മലയൊക്കെ പുഷ്പം പോലെ പിഴുതെടുത്ത് കൈവെള്ളയിൽ വെച്ച് കറക്കുന്നവനാണ് ഹനുമാൻ. ആ പഴം ദീമോള് കടകാഴ്ച കണ്ടിട്ടുണ്ട്. ഹാ, അത് തന്നെ. പരോപകാരിയാണ് ഹനുമാൻ. നല്ല കാര്യത്തിനാണെങ്കിൽ ആർക്ക് എന്തു സഹായം ചെയ്യും. വർഷയെ രക്ഷിക്കാൻ ശ്യാമിന്റെ സഹായം തേടിയാലോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.